ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. റിയൽമി 9 5G എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയുണ്ട്? ഒരു 5G ഫോണാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. 5G ഫോൺ പ്ലസ് അത്യാവശ്യം നല്ലൊരു ക്യാമറയുണ്ട്, നല്ല പെർഫോമൻസും ഉണ്ട്. എല്ലാ ഘടകങ്ങളും നന്നായിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത് ഓപ്പൺ ചെയ്ത് ഓരോ ഘടകങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് പറ്റിയതാണോ ഈ ഒരു ഫോൺ എന്നുള്ള കാര്യം. എന്തായാലും 15,000-ലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു ബെസ്റ്റ് ഫോൺ അണ്ടർ 15,000 എന്ന രീതിയിൽ നമുക്ക് ഇതിനെ പരിഗണിക്കാൻ പറ്റുമോ? നോക്കാം. സോ ഈ കാണുന്നതാണ് റിയൽമി 9 5G എന്ന ഫോണിൻ്റെ ബോക്സ്. 9 5G റിയൽമി മോസ്റ്റ് ട്രസ്റ്റഡ് ടെക്നോളജി ബ്രാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് റിയൽമി 9 5G എന്ന ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. അകത്ത് മറ്റൊരു ചെറിയ ബോക്സ് കൂടിയുണ്ട്. എ ഗ്രേറ്റ് സ്റ്റോറി സിൻസ് ദ ഫസ്റ്റ് ലീപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും അതിനകത്ത് കുറേ ഗൈഡും കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കേസ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി കേസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വരാം. അപ്പോൾ ഈ കാണുന്നതാണ് റിയൽമി 9 5G എന്ന് പറയുന്ന ഏറ്റവും പുതിയ 5G ഫോൺ. 15,000 റേഞ്ചിലത്തെ ഏറ്റവും പുതിയ 5G ഫോണാണ് നമ്മൾ ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിയൽമി 9 സ്പീഡ് എഡിഷൻ 5G ഫോൺ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അൺബോക്സിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ലുക്ക് തന്നെയാണ്. ക്യാമറ മോഡ്യൂളിൻ്റെ ഡിസൈനിൽ ആ ക്യാമറ അലൈൻമെൻറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം കാണാൻ ഏറെക്കുറെ സെയിം ആണ്. പ്ലാസ്റ്റിക് ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തും വരുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. നമുക്ക് നോക്കാം, ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നോക്കാം. അതിന് മുമ്പ് ഈ ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു 18 വാട്ട് ചാർജറാണ് ഇതിനകത്ത് വരുന്നത്. ടൈപ്പ് സി കേബിളും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോണിൻ്റെ ലുക്ക്. ഇപ്പം ക്ലോസ് ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്, റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണുകൾ, അതേപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് സ്ലോട്ട്, സിം സ്ലോട്ട്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. ടോപ്പ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ കാണാം. 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. പിന്നെ ഒരു മാക്രോ ലെൻസും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസും ഉണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. 6.5 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഓവറോൾ കാണാൻ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ നല്ല ബ്രൈറ്റ് ആയ ഡീസൻ്റ് ആയ ക്വാളിറ്റിയുള്ള സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വ്യൂവിംഗ് ആംഗിൾസ് ഒക്കെ ഡീസൻ്റ് ആണെന്ന് സാരം. ഡേ ലൈറ്റിൽ ചെല്ലുമ്പോഴും നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരുന്നില്ല. ഡീസൻ്റ് ആയ ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ തരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് ഈ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുന്നത്. അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുമ്പോൾ വേറെ ലാഗോ സ്ലറ്റേഴ്സോ ഒന്നും വരുന്നില്ല. ബട്ട് അത് പെർഫോമൻസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകമാണ്. എങ്കിലും ഡിസ്പ്ലേയുടെ ഭാഗത്തുനിന്ന് വളരെ സ്മൂത്ത് ആയ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. 90.5% ആണ് ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ. 600 നിറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ. ഓവറോൾ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 810 5G പ്രോസസ്സറാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് ഓൾറെഡി നമുക്കറിയാം. അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റുന്ന നല്ല 5G സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു 5G പ്രോസസ്സറാണ്. വേറെ ലാഗും കാര്യങ്ങളൊന്നും ഈ പ്രോസസ്സറുള്ള ഫോണുകളിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇത് അത്യാവശ്യം പവർഫുള്ളായ പ്രോസസ്സറാണ്. LPDDR4X റാമും UFS 2.1 സ്റ്റോറേജും വരുന്നുണ്ട്. ഡൈനാമിക് റാം എക്സ്പാൻഷനിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാണുന്ന പോലെ 2GB 5GB ഒക്കെ സ്റ്റോറേജിൽ നിന്ന് എടുത്തിട്ട് റാമിലേക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. റിയൽമി UI 2.0 ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ്. സോ അത്യാവശ്യം നല്ല ഡീസൻ്റായ നീറ്റായ ഒരു UIയും കാര്യങ്ങളുമാണ്. വേറെ ലാഗും കാര്യങ്ങളൊന്നും അവിടെ വരുന്നുമില്ല. സോ ഓവറോൾ ഇതിൻ്റെ നോർമൽ യൂസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ വളരെ നന്നായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് ഗെയിമിങ്ങും പോസിബിൾ ആണ്. സ്മൂത്ത് അൾട്ര, ബാലൻസ്ഡ് അൾട്ര, പിന്നെ ഹൈ, അത്രയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഗ്രാഫിക്സ് സെറ്റിംഗ്സ്. BGMI പോലുള്ള ഗെയിം നോക്കിയാൽ ഗെയിം പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും കാണാനില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കളിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെയുണ്ട് കളി എന്നുള്ളത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഈ ഒരു തുടക്കത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലാഗും കാര്യങ്ങളൊന്നും കാണാനില്ല. ഞാൻ കൂടുതലൊന്നും കളിച്ചിട്ടില്ല. കുറച്ച് നേരം മാത്രമാണ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി കളിച്ചത്. ആ കളിയിൽ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ഒരു അരമണിക്കൂർ കളിക്കുമ്പോഴും ഹീറ്റ് ആവുന്നില്ല. അതായത് ഓവർ ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പെർഫോമൻസിലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ പെർഫോമൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. അത്യാവശ്യം ഗെയിമും കളിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്. പ്ലസ് ഇതൊരു 5G ഫോൺ കൂടിയാണ്. ഗെയിമും കളിക്കണം, 5Gയും വേണം, എന്നാൽ ബഡ്ജറ്റ് 15,000 രൂപ റേഞ്ചിലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവർക്കുള്ളതാണ്. കാരണം ഇതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ കണ്ട പോലെ. പ്ലസ് 5G ഫോൺ കൂടിയാണ്. 5 5G ബാൻഡുകളാണ് വരുന്നത്. സോ 5G ബാൻഡുകൾ അടക്കം നല്ല 5G ഫോണുമാണ്, ഗെയിമിംഗ് ഫോണുമാണ്. ബട്ട് ആലോചിക്കുക, നിങ്ങൾക്ക് ഈ ഒരു ലെവൽ മതിയോ എന്നുള്ളത് ആലോചിച്ചിട്ട് തീരുമാനിക്കുക. പിന്നെ 5G പവർ സേവിംഗ് മോഡ് അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. അതായത് സ്മാർട്ട് 5G പവർ സേവിംഗ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓൾറെഡി 5G വന്നു കഴിയുമ്പോൾ നല്ല രീതിക്കുള്ളൊരു ബാറ്ററി ഡ്രെയിൻ ഫോണുകൾക്ക് വരാൻ സാധ്യതയുണ്ട്.
അവിടെ ആ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യാൻ വേണ്ടി ഇവർ കൊണ്ടുവന്നിരിക്കുന്ന സംവിധാനമാണ് സ്മാർട്ട് 5G പവർ സേവിംഗ്. 5G അവൈലബിൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രം 5Gയിലേക്ക് പിടിക്കുകയും ബാക്കിയുള്ള സമയത്തൊക്കെ 4Gയിലേക്ക് കണക്ട് ചെയ്യും. അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതിലൂടെ കുറേ കൂടി ബെറ്റർ ആയ ഒരു ബാറ്ററി ലൈഫ് നമ്മുടെ ഫോണുകൾക്ക് തരാൻ പറ്റുമെന്നാണ് റിയൽമി അവകാശപ്പെടുന്നത്. അതായത് ഈ സ്മാർട്ട് 5G പവർ സേവിംഗ് ഇല്ലാത്ത ഫോണുകളെ അപേക്ഷിച്ച് ഈ ഫോണിൽ 30% ബാറ്ററി ലൈഫ് കൂടുതലായിരിക്കും എന്നാണ് അവകാശപ്പെടുന്നത്. നോക്കാം എന്താണ് സംഭവിക്കുന്നത്. 5G വരട്ടെ. സോ പെർഫോമൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡീസൻറ്റ് ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ്. ക്യാമറ ഇത്തവണ റിയൽമി 9 5G ആയാലും 9 സ്പീഡ് എഡിഷൻ ആയാലും ഒക്കെ നല്ല ക്യാമറകളാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്യാമറയുടെ ഇമേജുകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം നന്നായിട്ടുണ്ടെന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലടക്കം ഇത് നല്ല രീതിയിലുള്ള ഒരു ഇമേജുകളാണ് ഈ ഒരു ഫോൺ തരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് നോക്കുക. 15,000 രൂപ റേഞ്ചിലെ ഫോണാണ്. ആ റേഞ്ചിൽ തീർച്ചയായിട്ടും ഇത് നല്ല ക്വാളിറ്റിയാണ്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. വേറെ പരാതിയൊന്നും അവിടെ പറയാൻ തോന്നുന്നില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ അടക്കം വീഡിയോ സാമ്പിളുകൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. ഇതാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഈ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി. ശരിയാണോ മോളെ? നന്നായിണ്ടാ? പറയും എങ്ങനെയുണ്ടെന്ന് പറയും. ഓക്കെ. സോ മെയിൻ ക്യാമറ ഓവറോൾ ഗുഡ് സെറ്റപ്പ് ആണ്. സെൽഫി ക്യാമറയും നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം സെൽഫി ക്യാമറയുടെ ഇമേജുകൾ. ഈ സ്പീഡ് എഡിഷൻ്റെ അത്രയും ഒരു സെറ്റപ്പ് ഇല്ലെങ്കിലും ഇത് കൊള്ളാം. 15,000 രൂപ ഇതിന് വരുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ സെൽഫികൾ നോക്കിയാലും നിങ്ങൾക്ക് ഇവിടെ കാണാം. കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയ ഒരു ക്വാളിറ്റി ഈ സെൽഫി ക്യാമറ തരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ അടക്കം ഇമേജുകൾ കാണുമ്പോൾ നന്നായിട്ടുണ്ട്. ഇത് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. നല്ല ലേറ്റുള്ള ഒരു ടൈം ആണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സെൽഫി ക്യാമറ വീഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു സെൽഫി ക്യാമറ തരിക. ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒരു സെൽഫി വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട്? നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള റിസൾട്ടാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ തരിക. നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവറോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിലെ ഫോണിൽ കിട്ടേണ്ടുന്ന ഒരു നല്ല ക്വാളിറ്റി ക്യാമറയാണ് ഈ ഫോണിൽ ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മതിയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇനി ഇതിൻ്റെ കോളിലും കാര്യങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. പിന്നെ വൈഫൈ കോളിംഗ് പോലുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ക്യാമറ ടു API ലെവൽ 3 തന്നെയുണ്ട്. വൈഡ് ബൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. OTG കോളിങ്ങും കാര്യങ്ങളും ഉണ്ട്. സോ ഒരുവിധം വേണ്ടുന്ന എല്ലാ ഫീച്ചറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ പെർഫോമൻസ് നോക്കാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് കേട്ടോ. ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ? വളരെ ഫാസ്റ്റായ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഫേസ് അൺലോക്കിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും വളരെ സഫീഷ്യൻ്റായ രീതിയിൽ ഫാസ്റ്റായ ഒരു പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. ഇനി ഇത് കയ്യിൽ പിടിക്കാനൊക്കെ കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വളരെ കംഫർട്ടബിൾ ആണ്. ഓവർ തിക്നെസ്സും കാര്യങ്ങളൊന്നുമില്ല. 8.5 mm ആണ് തിക്നെസ്. 188 ഗ്രാമാണ് വെയിറ്റ്. ഓവർ വെയിറ്റ് ഇല്ല. വളരെ സിമ്പിളായിട്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാം. ബാറ്ററി 5000 mAh ബാറ്ററിയാണ്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ യൂഷ്വലായ രീതിയിലുള്ളൊരു ബാറ്ററി ലൈഫും കാര്യങ്ങളും കിട്ടും. പ്ലസ് ഈ നോർമലായ രീതിയിലുള്ളൊരു ഫാസ്റ്റ് ചാർജറും ഇതിനകത്ത് വരുന്നു. ഇതിൻ്റെ ക്യാമറയുടെ ഭാഗത്ത് ഇതിൽ 4K ഒന്നും ഇല്ല എന്നുള്ളത് ഓർത്തോളൂ. ഫുൾ HD ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. ഫ്രണ്ട് ക്യാമറയിലും ഫുൾ HD ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4GB RAM 64GB സ്റ്റോറേജിന് 14,999 രൂപയാണ്. ഓഫർ ഉണ്ട്. ICICI കാർഡിന്മേൽ ഒരു 1,500 രൂപയുടെ ഓഫർ ഇപ്പോഴേക്ക് കാണുന്നുണ്ട്. അതുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ 13,500-ന് ഈ പറഞ്ഞ സ്പെക്കിലുള്ള ഫോൺ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെയാണ്. ബട്ട് നിങ്ങൾക്കിത് മതിയോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസിങ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ അത്രയുമാണ് റിയൽമി 9 5G എന്ന് പറയുന്ന ഏറ്റവും പുതിയ റിയൽമി 5G ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.